കിട്ടിയില്ലെങ്കിലേ അവിടെ അയച്ചു. ഓ ബുക്ക് അല്ല എന്തായാലും കിട്ടും. നമ്മൾ 5-6 ആര്യ ദോസ്ത കപ്ലസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മള് വിചാരിച്ച പരിപാടി അല്ലേ? അതെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയണം, നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ കൃഷിസ്ഥലത്തിലോട്ട് പോകാനായിട്ടുള്ള വഴി വെട്ടിയിടുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ വഴി ക്ലിയർ ആക്കാണ്ട് ഇവിടെ അത്രയും കാടൊക്കെ പിടിച്ച് കിടക്കാൻ കയറി ഇരുന്നാലും കാണത്തുമില്ല. അപ്പം ഊരണമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് വൃത്തിയാക്കി അങ്ങേറ്റം വരെ കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്താലും ഒരു പെർഫെക്ഷൻ വേണം. അതുകൊണ്ട് നമ്മൾ വഴി ക്ലിയർ ആക്കി തന്നെ തുടങ്ങാന്ന് വിചാരിക്കുന്നു. അപ്പൊ എവിടെ നമുക്ക് ആദ്യം ക്ലിയർ ആക്കാം? ഇവിടെ ക്ലിയർ ആക്കിയിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ക്ലിയർ ആക്കാം. അപ്പൊ തുടങ്ങാം. ഓക്കെ അല്ലേ? അത് നീ മാറ്റിയിട്ട് അപ്പൊ പെട്ടെന്ന് വെട്ടാനും എളുപ്പമുണ്ട്. ഇപ്പൊ തന്നെ പെട്ടെന്നാണ് കുറച്ചു നേരം എടുക്കുമെന്ന് വിചാരിച്ചല്ലേ ഇത് കണ്ടപ്പോ. എന്നാ ഒരു മതി. മണ്ണിൻ മണവും മഴയുടെ കുളിരും പച്ച വിരിച്ചൊരു നാട്ടിൽ നാം ജീവൻ നൽകിയ ഭൂവിൻ കുടിലിൽ ഒന്നായി വാഴേണം. വിത്തിൽ മുളകൾ പൊട്ടി വരുന്നൊരു കാഴ്ചകൾ കണ്ട് നടക്കേണം. മാനവരാശിയെ മാനിതനാക്കിയ വിത്തുകളെ നാം വാഴ്ത്തേണം. പുൽച്ചാടികളും മണ്ണിരകൾക്കും കൂട്ടിൻ വണ്ടും തേനീച്ചകളും മലയാളികളുടെ തനിമകളറിയും കാറ്റും കൃഷിയും നെൽമണിയും. ഇന്ന് ഭൂമി നാളേക്കായി സ്വർഗം പോലൊരു കൂടാക്കും. കൂടിനെ നമ്മൾ ഉന്മാദത്തിൻ പറുദീസകളായി മാറ്റിയിടും.